നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ആസിഡ്സ്, ബേസസ്, സോൾട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ആസിഡുകൾക്ക് പൊതുവെ എന്ത് രുചിയാണുള്ളത്? വാട്ട് ടേസ്റ്റ് ഡു ആസിഡ്സ് ഹാവ് ഇൻ കോമൺ ആയിട്ട് അല്ലെങ്കിൽ പൊതുവേ ആസിഡുകൾക്ക് എന്ത് ടേസ്റ്റ് ആണുള്ളത്? എന്താണ്? സോർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളി രുചി എന്ന് പറയും. സോർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളി രുചി. 7ാം ക്ലാസ്സിൽ നമ്മൾ ആസിഡുകളുടെ ഒരു യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആസിഡുകളെയും ബേസുകളുടെയും ഒരു യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആസിഡുകൾക്ക് പുളി രുചിയാണെന്നും ബാക്കി ആസിഡുകളായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്ന പല കാര്യങ്ങളും അന്നും പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് കളർ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ലിറ്റ്മസ് പേപ്പർ വെൻ ആസിഡ്സ് കെയിം ഇൻ ടു കോൺടാക്ട് വിത്ത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ? അതായത് നീല ലിറ്റ്മസ് പേപ്പറുമായും ചുമന്ന ലിറ്റ്മസ് പേപ്പറുമായിട്ടും ആസിഡുകൾ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് നിറം മാറ്റമാണ് ആ ലിറ്റ്മസ് പേപ്പറുകൾക്ക് ഉണ്ടാകുന്നത്? അതായത് നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ഏത് കളറാവും, അതുപോലെ ചുമന്ന ലിറ്റ്മസ് പേപ്പർ ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ഏത് കളറാകുമെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ആൻസർ നോക്കിയോളൂ. ആസിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. ആസിഡുകൾ എന്ത് ചെയ്യുന്നു? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളർ ആക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറിലോട്ട് മാറുന്നു. ഏതിൻ്റെ സാന്നിധ്യത്തിൽ? ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ. ഇനി ബട്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ ഡസ് നോട്ട് ചേഞ്ച് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. എന്നാൽ ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ റെഡ് ലിറ്റ്മസ് പേപ്പറിന് ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നില്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആസിഡിൽ ഡിപ്പ് ചെയ്താൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അതിൻ്റെ കളറ് റെഡായിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പം ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഏത് കളറാകുന്നു? റെഡ് കളറാകുന്നു. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറാകുന്നു. എന്നാൽ റെഡ് ലിറ്റ്മസ് പേപ്പറിന് ഒരു കളർ ചേഞ്ചും ഉണ്ടാകുന്നില്ല. ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുമപ്പാക്കുന്നു. എന്നാൽ ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ചുമന്ന ലിറ്റ്മസ് പേപ്പറിന് യാതൊരുവിധ നിറവ്യത്യാസവും ഉണ്ടാകുന്നില്ല. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വിനാഗിരി, തൈര്, പുളി, ഓറഞ്ച് നീര്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ് എന്നീ പദാർത്ഥങ്ങൾക്ക് ചുമന്ന ലിറ്റ്മസ് പേപ്പറിലും നീല ലിറ്റ്മസ് പേപ്പറിലും ഉണ്ടാകുന്ന നിറം മാറ്റം എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? എളുപ്പമാണ്. പിന്നെ അത് നമ്മുടെ ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരുന്നതുകൊണ്ട് കൊടുത്തതേ ഉള്ളൂ. നോക്കിയോളൂ. ഈ പറയുന്ന പദാർത്ഥങ്ങളെല്ലാം, അതായത് വിനാഗിരി, തൈര്, പുളി, ഓറഞ്ച് നീര്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിങ്ങനെയുള്ള ഈ പദാർത്ഥങ്ങൾക്കെല്ലാം എന്ത് പ്രത്യേകതയാണുള്ളത്? ഇതെല്ലാം ആസിഡുകളാണ് അല്ലേ? ഇതിലെല്ലാം എന്തുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആസിഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? നീല ലിറ്റ്മസ് പേപ്പറിനുണ്ടാകുന്ന നിറമാറ്റം എന്തായിരിക്കും? നീല ലിറ്റ്മസ് പേപ്പർ ചുമപ്പ് നിറമാകുന്നു. എന്നാൽ ചുമന്ന ലിറ്റ്മസ് പേപ്പറിനുണ്ടാകുന്ന നിറമാറ്റം എന്തായിരിക്കും? ചുമന്ന ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ചുമന്ന ലിറ്റ്മസ് പേപ്പറിന് യാതൊരുവിധ നിറമാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ബോക്സിലെല്ലാം എന്താണ് അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത് അല്ലേ? വിനാഗിരി ആസിഡാണ്, തൈരും പുളി, ഓറഞ്ച് നീര് ഇതൊക്കെ ആസിഡാണ്. അപ്പം നീല ലിറ്റ്മസ് പേപ്പർ ഈ ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ചുമപ്പാകുന്നു. എന്നാൽ ചുമന്ന ലിറ്റ്മസ് പേപ്പറിന് യാതൊരു വിധത്തിലുള്ള നിറമാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ കളർ ചേഞ്ച് ഇൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഫോർ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ്. താഴെ പറയുന്ന പദാർത്ഥങ്ങളുടെ സാന്നിധ്യത്തിൽ റെഡ് ലിറ്റ്മസ് പേപ്പറിനും ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനും ഉണ്ടാകുന്ന കളർ ചേഞ്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? വിനാഗിരി, കേർഡ് എന്ന് വെച്ചാൽ തൈര്, ടാമറിൻഡ് പുളി, ഓറഞ്ച് ജ്യൂസ് ഓറഞ്ചിൻ്റെ നീര്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയാലോ, പിന്നെ നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് എങ്ങനെയാണ്? ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുന്നു? റെഡാക്കി മാറ്റുന്നു. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ നോ കളർ ചേഞ്ച്. അവിടെ ഒരു വിധത്തിലുള്ള കളർ ചേഞ്ചും ഉണ്ടാകുന്നില്ല. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ഷൻ ഓഫ് ആസിഡ്സ് വിത്ത് മെറ്റൽസ്. ആസിഡുകൾ ലോഹങ്ങളുമായിട്ടുള്ള പ്രവർത്തനം, അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ചു ഇത് ഈ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. 8ാം ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. 7ാം ക്ലാസ്സിലും നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കണമെന്നേ ഉള്ളൂ. അപ്പം നോക്കിയോളൂ, അതൊക്കെ ഓർമ്മയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. നോക്കിയോളൂ, 4ാമത്തെ ക്വസ്റ്റ്യനെ. അപ്പോൾ ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആസിഡുകൾക്ക് ലോഹങ്ങളുമായിട്ട് അല്ലെ ആസിഡുകൾ മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ എന്താണ് എന്നുള്ളതാണ്. നോക്കിയോളൂ, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ടേക്ക് എ സ്മാൾ പീസ് ഓഫ് സിങ്ക് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൻ്റെ അകത്ത് ഒരു ചെറിയ പീസ് സിങ്ക് ഇടുക. ആഡ് എ ലിറ്റിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക.
ആൻഡ് ഹോൾഡ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി, ഈ തീപ്പെട്ടിക്കൊള്ളി ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്തേക്ക് കൊണ്ടുവരിക. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ നിരീക്ഷണം എന്താണോ അത് എഴുതുക. നിങ്ങൾ എന്താണോ കാണുന്നത് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് എ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ദ എബോവ് എക്സ്പെരിമെൻറ്റ് ബൈ ആഡിങ് സൾഫ്യൂറിക് ആസിഡ്, ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് സെയിം എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൻ്റെ അകത്ത് സിങ്ക് ഇടുക. എന്നിട്ട് അവിടെ ആദ്യം നമ്മൾ എന്താ ഒഴിച്ചത്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിന് പകരം ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഒഴിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കുക. ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഒഴിക്കുക. എന്നിട്ട് ഒരു ബേണിംഗ് ആയിട്ടുള്ള മാച്ച് സ്റ്റിക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിലോട്ട് കൊണ്ടുവരിക. എന്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് എഴുതുക. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയോളൂ. ആദ്യം എ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ്, ആ സിങ്ക് ഇട്ടു, പിന്നെ അതിൻ്റെ അകത്ത് എന്താ നമ്മൾ ഒഴിച്ചത്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഒഴിച്ചത്. എന്താ സംഭവിച്ചത് നോക്കിയോളൂ. എ ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഇവോൾവ് ആവുന്നു. ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നത് കാണാൻ കഴിയുന്നു. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് എന്താണ് ആ ഗ്യാസ്, എങ്ങനെയാണ് ആ ഗ്യാസ് വന്നത് എന്നുള്ള കാര്യമാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്. എന്താണ് എഴുതിയിട്ടുള്ളത്, വെൻ സിങ്ക് റിയാക്ട്സ് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്ക് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ഈസ് റിലീസ്ഡ്. അവിടെ എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ആവുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഇഫ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ബ്രോട്ട് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക്, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടിക്കൊള്ളി നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലോട്ട്, വായ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഈ വന്ന ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് ഒരു പോപ്പ് സൗണ്ടോടുകൂടി ബേൺ ചെയ്യുന്നു, കത്തുന്നു. അപ്പോൾ കൺഫേമിങ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ അങ്ങനെ കത്തുന്നു എങ്കിൽ അവിടെ നമ്മൾ എന്തെന്നു, ആ ഹൈഡ്രജൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യുന്നു. ഹൈഡ്രജൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലായോ? ഇതാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത്. അതായത് നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്തത്, ആ ഒബ്സർവ് ചെയ്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ. അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, സിങ്കും ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഈ മുകളിൽ എഴുതിയേക്കുന്ന സെയിം സാധനം തന്നെ അവിടെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചോ അവിടെ നമ്മൾ ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ് അങ്ങ് ഉപയോഗിച്ച് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ എ ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു ഗ്യാസ് ഇവോൾവ് ആവുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നു. വെൻ സിങ്ക് റിയാക്ട്സ് വിത്ത് ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ്. സിങ്ക് ഈ ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഈസ് റിലീസ്ഡ്. അവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ആകുന്നു. ഇഫ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ബ്രോട്ട് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ ഒരു ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാച്ച് സ്റ്റിക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് പറ്റുന്നു, ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഈ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഒരു പോപ്പ് സൗണ്ടോടുകൂടി ബേൺ ചെയ്യുന്നു, കത്തുന്നു. ആൻഡ് കൺഫേമിങ് പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഹൈഡ്രജൻ്റെ പ്രസൻസ് അവിടെ കൺഫേം ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക, അതിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക, ടെസ്റ്റ് ട്യൂബിൻ്റെ വായഭാഗത്ത് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിക്കുക, അതിൻ്റെ നിരീക്ഷണം രേഖപ്പെടുത്തുക. അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുകളിൽ ചെയ്ത പരീക്ഷണത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം സൾഫ്യൂറിക് ആസിഡ് ചേർത്ത് പരീക്ഷണം ആവർത്തിക്കുക, നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ എ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു വാതകം പുറത്ത് വരുന്നു. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു വാതകം പുറത്തേക്ക് വരുന്നു. സിങ്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അതാണ് ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകം എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ, ഒരു തീപ്പെട്ടിക്കൊള്ളി, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായഭാഗത്തേക്ക് അപ്പോൾ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യുന്നു, വാതകം ഒരു പോപ്പ് ശബ്ദത്തോടെ കത്തുന്നു. ആ വാതകം പോപ്പ് എന്ന് പറഞ്ഞ സൗണ്ടോട് കൂടി എന്തെന്ന് കത്തുന്നു. ഇത് ഹൈഡ്രജൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു, സിങ്കും ഡൈലൂട്ട് സൾഫ്യൂറിക് ആസിഡ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് അതേപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു വാതകം പുറത്തു വരുന്നു. സിങ്ക് നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ വാതകം ഒരു പോപ്പ് ശബ്ദത്തോടെ കത്തുന്നു. ഇത് ഹൈഡ്രജൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. മനസ്സിലായല്ലോ? ഇത് നമ്മൾ കെമിസ്ട്രിയുടെ നമ്മുടെ ഈ ടേമിൽ 8ാം ക്ലാസ്സിൽ തന്നെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലും നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, കൂടുതൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റിയാക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, റിയാക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് സൾഫ്യൂറിക് ആസിഡ്, റിയാക്ഷൻ വിത്ത് മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, റിയാക്ഷൻ വിത്ത് മഗ്നീഷ്യം ആൻഡ് സൾഫ്യൂറിക് ആസിഡ്. ബേസ്ഡ് ഓൺ ദീസ് 4 എക്സ്പെരിമെൻറ്റ്സ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ ഒരു 4 എക്സ്പെരിമെൻറ്റ്സ് തന്നിട്ടുണ്ട്, 4 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് റിയാക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ
നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ റിയാക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, സിങ്കും സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്താണ് റിയാക്ഷൻ വിത്ത് മാഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്കിന് പകരം നമ്മൾ മാഗ്നീഷ്യം യൂസ് ചെയ്യുന്നു, മാഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. അതുപോലെ റിയാക്ഷൻ വിത്ത് മാഗ്നീഷ്യം ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, മാഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. ഇങ്ങനെ 4 റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ബേസ്ഡ് ഓൺ ദീസ് 4 എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ, ഈ 4 റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇവിടെ എന്തൊക്കെയാണ്, സിങ്കും പിന്നെ ഒരു ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നു. സിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റലാണ് ആണല്ലോ അവിടെ, അപ്പോൾ ഒരു മെറ്റലും ഒരു ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മാഗ്നീഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ്. അപ്പോൾ അവിടെയും ഒരു ലോഹവും ഒരു ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഒരു മെറ്റലും ഒരു ലോഹവുമായിട്ടുള്ള ഒരു മെറ്റലും ഒരു ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ലോഹവും ഒരു ആസിഡുമായിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ എന്താണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തന്നിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിയോളൂ, ഇതെവിടെ മെറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട്, അതിൽ സിങ്കും പിന്നെ മാഗ്നീഷ്യമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആസിഡിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ സൾഫ്യൂരിക് ആസിഡും എന്നിട്ട് കെമിക്കൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. നോക്കിയോളൂ ആൻസർ, ഇവിടെ മെറ്റൽ ഫസ്റ്റ് സിങ്കും ആരുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നു. സിങ്കിൻ്റെ സിമ്പൽ ഇസഡൻ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 2HCl എഴുതുക. അവിടെ ഉണ്ടാകുന്നത് ZnCl2 സിങ്ക് ക്ലോറൈഡ് പ്ലസ് എന്തുണ്ടാകുന്നു, H2 അല്ലേ, അവിടെ എന്തുണ്ടാകുന്നു, H2 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷനൊക്കെ എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു മെറ്റലും ഒരു ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഏത് ഗ്യാസാണ് ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത് സിങ്കും സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ Zn പ്ലസ് സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ സിങ്ക് സൾഫേറ്റ് ZnSO4 ഉണ്ടാകുന്നു പ്ലസ് അതിൻ്റെ കൂടെ എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ. അവിടെ എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഗ്യാസ് അല്ലേ. സിങ്ക് എന്ന് പറഞ്ഞൊരു മെറ്റലാണ്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡാണ്. അപ്പോൾ ആ മെറ്റലും സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡുമായിട്ട് പ്രവർത്തിച്ച് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. അടുത്ത മാഗ്നീഷ്യം ഈസ് ആൾസോ എ മെറ്റൽ. മാഗ്നീഷ്യം ഒരു മെറ്റലാണ്, അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു, Mg പ്ലസ് 2HCl ഗീസ് MgCl2 ഉണ്ടാകുന്നു പ്ലസ് അതോടൊപ്പം എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ. ഓക്കെ, അടുത്ത മാഗ്നീഷ്യം സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ Mg പ്ലസ് H2SO4 MgSO4 ഉണ്ടാകുന്നു പ്ലസ് അതോടൊപ്പം എന്തുണ്ടാകുന്നു, H2, അവിടെ ഹൈഡ്രജൻ. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുക. അപ്പം നിങ്ങൾക്ക് ഇതൊരു പൊതുവായിട്ടുള്ളൊരു ഒരു കൺസെപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു മെറ്റലും ഏതൊരു ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, ഏത് ഗ്യാസാണ് ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസാണ് ഉണ്ടാകുന്നത്. ഓക്കെ, മലയാളം മീഡിയം. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം, സിങ്കും സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം, മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം, മാഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. ഈ 4 പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. നേരത്തെ എഴുതിയതുപോലെ തന്നെ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ ഉണ്ടാകുന്നു. സിങ്കും സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതുപോലെ മാഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുണ്ട് കേട്ടോ അവിടെ. അടുത്ത മാഗ്നീഷ്യം സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചും ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കണ്ടല്ലോ. അടുത്ത അതൊരു പൊതു തത്വമായിട്ട് ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്, ഒരു ആസിഡ് വളരെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു, ഡാഷ് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഗ്യാസ്. ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ്. മറക്കരുത് കേട്ടോ. ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഡാഷ് വാതകം ഉണ്ടാകുന്നു. ആൻസർ ഇവിടെ എഴുതിയിട്ടില്ല. എന്താണ്, ഹൈഡ്രജൻ എന്നാണ് എഴുതാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ, ഹൈഡ്രജൻ എന്ന് എഴുതുക. ഓക്കെ, അടുത്തത് അപ്പം നമ്മൾ മെറ്റലും ആസിഡുമായിട്ടുള്ള പ്രവർത്തനം പഠിച്ചു. ഇനി റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് കാർബണേറ്റ്, ആസിഡുകളും കാർബണേറ്റുമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് മെറ്റലും ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബണേറ്റും ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ്. ആസിഡുകളും കാർബണേറ്റുകളുമായിട്ടുള്ള പ്രവർത്തനം, റിയാക്ഷൻ ഓഫ് ആസിഡ്സ് വിത്ത് കാർബണേറ്റ്സ്. നോക്കിയോളൂ, ടേക്ക് സം കാൽസ്യം. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 7ാം ക്ലാസ്സിൽ.
ടേക്ക് സം കാൽസ്യം കാർബണേറ്റ് ഇൻ എ ബോയിലിംഗ് ട്യൂബ്. ഒരു ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ കുറച്ച് കാൽസ്യം കാർബണേറ്റ് എടുക്കുക. കാൽസ്യം കാർബണേറ്റ് എന്ന് വെച്ചാൽ അതെന്താണ്? മാർബിളാണ് കേട്ടോ. മാർബിളിനെയാണ് മാർബിളിൻ്റെ കെമിക്കൽ നെയിമാണ് ഏത്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? കാർബണേറ്റ് ഉണ്ട്. അപ്പോൾ കാർബണേറ്റും ആസിഡുമായിട്ടുള്ള പ്രവർത്തനത്തിന് നമുക്ക് കാർബണേറ്റ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ് ത്രൂ എ തിസിൽ ഫണൽ. ഒരു തിസിൽ ഫണൽ എടുത്തിട്ട് അതുപയോഗിച്ച് നമ്മൾ അതിൻ്റെ അകത്തോട്ട്, ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ മാർബിൾ പീസസിൻ്റെ അകത്തോട്ട് കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. അപ്പോൾ കാർബണേറ്റ് എടുത്തു, അതിൻ്റെ അകത്ത് നമ്മൾ ആസിഡ് ഒഴിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? പാസ് ദ ഗ്യാസ് ദാറ്റ് കംസ് ഔട്ട് ത്രൂ ദ ക്ലിയർ ലൈം വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. റൈറ്റ് ദ ഒബ്സർവേഷൻ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഗ്യാസ് വരും. ഈ വരുന്ന ഗ്യാസിനെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പാസ് ദ ഗ്യാസ് ദാറ്റ് കംസ്. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ ഗ്യാസിനെ പാസ് ചെയ്യുക. എങ്ങോട്ട് പാസ് ചെയ്യുക? ത്രൂ ദ ക്ലിയർ ലൈം വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ലൈം വാട്ടർ നമ്മുടെ അടുത്ത്. എന്താണ് ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ? ചുണ്ണാമ്പ് വെള്ളം എന്ന് കേട്ടിട്ടുണ്ട്. ചുണ്ണാമ്പ് വെള്ളം. ഈ ചുണ്ണാമ്പ് വെള്ളം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിലെടുത്ത ചുണ്ണാമ്പ് വെള്ളത്തിലോട്ട് ഈ വന്ന ഗ്യാസിനെ നമ്മൾ പാസ് ചെയ്യിക്കുക. ഈ പുറത്തോട്ട് വന്ന ഈ കാർബണേറ്റും ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഒരു ഗ്യാസ് പുറത്തേക്ക് വന്നു. ഈ ഗ്യാസിന് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ലൈം വാട്ടർ എടുക്കുക. കണ്ടു കഴിഞ്ഞാൽ നല്ല വെള്ളം പോലെ ഇരിക്കും. നമ്മൾ വെറും വെള്ളം ഉണ്ടല്ലോ, അതേപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള ലൈം വാട്ടർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? അത് എഴുതുക. റൈറ്റ് ദ ഒബ്സർവേഷൻ. അവിടെ ഇപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അത് നമ്മൾ എഴുതുക. നോക്കിയുള്ള ആൻസർ. ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. അവിടെ ആ ലൈം വാട്ടർ ഉണ്ടല്ലോ, ചുണ്ണാമ്പ് വെള്ളം എന്തായി മാറുന്നു? മിൽക്കി എന്ന് വെച്ചാൽ പാലിൻ്റെ കളറായി മാറുന്നു. മിൽക്കി കളറായി മാറുന്നു, പാൽ നിറമാകുന്നു. മനസ്സിലായോ? അപ്പോൾ അവിടെ ക്ലിയർ ലൈം വാട്ടർ ഏത് കളറായി? മിൽക്കി ആയി. മിൽക്കി എന്ന് വെച്ചാൽ പാൽ നിറമാകുന്നു. ഇനി അതിൻ്റെ കാരണമാണ് താഴെ എഴുതിയിട്ടുള്ളത്. വെൻ കാൽസ്യം കാർബണേറ്റ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കാൽസ്യം കാർബണേറ്റ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഈസ് റിലീസ്ഡ്. അവിടെ ഏത് ഗ്യാസാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് ഉണ്ടാകുന്നത്. ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് ദ ലൈം വാട്ടർ മിൽക്കി. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ആ ലൈം വാട്ടറിനെ എന്താക്കി മാറ്റുന്നത്? മിൽക്കി ആക്കി മാറ്റുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഒരു ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ റിലീസാവുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ആസിഡല്ല, അവിടെ റിലീസ് ചെയ്യുന്നത് എന്താണ്? അവിടെ റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ്. മനസ്സിലായോ? അതിൻ്റെ മലയാളം മീഡിയം നോക്കിയുള്ളൂ. ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മാർബിൾ കഷ്ണങ്ങൾ എടുക്കുക. തിസിൽ ഫണലിൽ കൂടി അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. പുറത്ത് വരുന്ന വാതകത്തെ ടെസ്റ്റ് ട്യൂബിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുക. നിരീക്ഷണം എഴുതുക. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്താവുന്നു? പാൽ നിറമാകുന്നു. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളമായിരുന്നു. അതായത് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാട്ടർ ഉണ്ടല്ലോ, അതേപോലെ ഇരുന്ന ചുണ്ണാമ്പ് വെള്ളമായിരുന്നു. അതെന്തായി മാറുന്നു? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കടത്തിവിടുമ്പോൾ പാൽ നിറമാകുന്നു. ഇവിടെ കാൽസ്യം കാർബണേറ്റ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നു. ഓക്കെ ആണല്ലോ? അടുത്തത്. വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ് വെൻ സോഡിയം കാർബണേറ്റ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഒരു സോഡിയം കാർബണേറ്റ് എടുക്കുക. അപ്പോൾ എന്താണത്? കാർബണേറ്റ് ആണ്. കാർബണേറ്റ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്താണ്? ഒരു ആസിഡ്. ഈ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് അവിടെ റിലീസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഏത് ഗ്യാസാണ് റിലീസ് ആവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ് റിലീസ് ആവുന്നത്. സോഡിയം കാർബണേറ്റും നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത്. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ഡാഷ് ഗ്യാസ് ഈസ് ലിബറേറ്റഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഡാഷ് വാതകം സ്വതന്ത്രമാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ആസിഡും മെറ്റലുമായിട്ടുള്ള പ്രവർത്തനം പഠിച്ചു. ആസിഡുകളും ലോഹങ്ങളുമായിട്ടുള്ള പ്രവർത്തനം. പിന്നെ ആസിഡുകളും കാർബണേറ്റുകളുമായിട്ടുള്ള പ്രവർത്തനം പഠിച്ചു. അടുത്തത്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ആസിഡിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ അല്ലെങ്കിൽ അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്. ഹാവ് ദ സോർ ടേസ്റ്റ്. അവയ്ക്ക് എന്തുണ്ട്? സോർ ടേസ്റ്റ് ഉണ്ട്, പുളി രുചിയുണ്ട്. ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ അത് എന്താക്കി മാറ്റുന്നു? റെഡാക്കി മാറ്റുന്നു. ഇത് ഓരോന്നാണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ സോർ ടേസ്റ്റ് ഉള്ള വസ്തുക്കളൊക്കെ നമ്മൾ എഴുതി. പിന്നെ ഈ ആസിഡിന് ലിറ്റ്മസ് പേപ്പറിലുള്ള നിറമാറ്റം നമ്മൾ എഴുതി. അപ്പോൾ എന്താണ്? അതിൽ നിന്ന് നമ്മൾ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിച്ചത്. ഒന്നാമത്തത് എന്താണ്? സോർ ടേസ്റ്റ്. രണ്ടാമത്തത് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റുന്നു. മൂന്നാമത്തത്
കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് കാർബണേറ്റ്സ്. കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഏത് ഗ്യാസ് ഫോം ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഫോം ചെയ്യുന്നു. അടുത്തത് നമ്മളിവിടെ തന്നിട്ടുള്ളത്, ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ റിയാക്ടിങ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് സിങ്ക് ആൻഡ് മെഗ്നീഷ്യം. അതായത് സിങ്ക്, മെഗ്നീഷ്യം എന്നിങ്ങനെയുള്ള ഹൈലി റിയാക്റ്റീവ്, ക്രിയാശീലത കൂടിയ ലോഹങ്ങളുമായിട്ട്, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു, ഹൈഡ്രജൻ ഗ്യാസ് സ്വതന്ത്രമാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എഴുതണ്ട, ഇത്രയും ഭയങ്കര വലിയൊരു സെൻറ്റൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് മെറ്റൽസ്. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സൗകര്യപ്രദമായിട്ടുള്ളത് ഏതാണോ അത് എഴുതുക. അടുത്തത് ആസിഡുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആസിഡുകളുടെ സവിശേഷതകൾ? പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു, പിന്നെ സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കുന്നു എന്ന് എഴുതാം. അടുത്തത് വിച്ച് എലമെൻറ്റ് ഈസ് എ കോമൺ കോമ്പണൻറ്റ് ഓഫ് ആൾ ആസിഡ്സ്? എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള പൊതു ഘടകമായിട്ടുള്ള മൂലകം ഏതാണ്? നമ്മൾ ഏത് ആസിഡ് എടുത്താലും അതിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു പൊതു ഘടകമായിട്ടുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഏത് ആസിഡ് എടുത്താലും അതിൻ്റെ അകത്തൊക്കെ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ എടുത്തില്ലേ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ ഉണ്ടല്ലോ. അതുപോലെ നൈട്രിക് ആസിഡ് HNO3, അതിൽ ഹൈഡ്രജൻ ഉണ്ട്. അടുത്ത സൾഫ്യൂരിക് ആസിഡ് H2SO4, അതിൽ ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ ഏത് ആസിഡ് എടുത്താലും അതിലൊക്കെ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അടുത്തത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ്റെ പ്രതീകം എന്താണ്? വാട്ട് ഈസ് ദ സിംബൽ ഓഫ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ്റെ സിംബൽ എന്താണ്? H. എല്ലാവർക്കും അറിയാം. ഇനി ഹൈഡ്രജനിൽ നിന്ന് രൂപപ്പെടുന്ന അയോണാണ് ഹൈഡ്രജൻ അയോൺ, അല്ലെങ്കിൽ H+ അയോൺ എന്ന് പറയും. H+ അയോണാണ് ഹൈഡ്രജനിൽ നിന്ന് രൂപപ്പെടുന്ന അയോൺ. അടുത്ത വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എന്താണ്? HCl. അതും നമുക്കറിയാവുന്നതാണ് ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ, ആസിഡ്, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ, ലയിക്കുമ്പോൾ ഹൈഡ്രജൻ ആൻഡ് ക്ലോറൈഡ് അയൺസ് വിത്ത് ഓപ്പോസിറ്റ് ചാർജസ് ആർ ഫോംഡ്. ഹൈഡ്രജൻ എന്നുള്ള ഒരു അയണും പിന്നെ ക്ലോറൈഡ് എന്ന് പറയുന്ന മറ്റൊരു അയണുമാണ് ഫോം ചെയ്യുന്നത്. അതായത് HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ, വാട്ടറിൽ ഡിസോൾവ് ആവുമ്പോൾ, ലയിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? 2 അയോണുകൾ ഉണ്ടാകുന്നു. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു അയണും H+ അയോൺസും പിന്നെ ക്ലോറൈഡ് എന്ന് പറയുന്ന മറ്റൊരു അയണം Cl- എന്ന് പറയുന്ന, അവയ്ക്ക് എന്താണ്? ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഇവിടെ അതിൻ്റെ ഫോർമുല എഴുതിയിട്ടുണ്ട്. HCl വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഏതൊക്കെ അയൺസാണ് ഉണ്ടാകുന്നത്? H+ Cl-. കണ്ടോ എഴുതിയേക്കുന്നത്? അപ്പോൾ ഇവിടെ നോക്കിയുള്ളൂ, വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ അയോൺസ് ഫോംഡ് വെൻ നൈട്രിക് ആസിഡ് ഡിസോൾവ് ഇൻ വാട്ടർ? അതായത് HCl പോലെ മറ്റൊരു ആസിഡാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. നൈട്രിക് ആസിഡിൻ്റെ സിമ്പലാണ് HNO3. അപ്പോൾ ഈ HNO3 വെള്ളത്തിൽ ലയിക്കുമ്പോൾ, ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെയും 2 അയോൺസ് ഉണ്ടാകുന്നു. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? HNO3 ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് H+ NO3-. കണ്ടോ എഴുതിയേക്കുന്നത്? H+ എന്ന് പറയുന്ന ഒരു അയൺ പോസിറ്റീവ് അയൺ. അടുത്ത രണ്ടാമത്തത് നെഗറ്റീവ് അയൺ ഏതാണ്? NO3-. അപ്പം H+ എന്ന് പറയുന്ന ഒരു അയണും അതുപോലെ NO3- എന്ന് പറയുന്ന മറ്റൊരു അയണുമാണ് ഉണ്ടാകുന്നത്. ഏത്? HNO3 എന്ന് പറയുന്ന നൈട്രിക് ആസിഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കുമ്പോൾ. മലയാളം മീഡിയമാണ് കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജുള്ള ഹൈഡ്രജൻ, ക്ലോറൈഡ് എന്നീ അയണുകളായിട്ട് മാറുന്നു. അതാണ് കൊടുത്തിട്ടുള്ളത്. HCl ഗീവ്സ് H+ അയോൺസ് പ്ലസ് Cl- അയൺ. അങ്ങനെയാണെങ്കിൽ നൈട്രിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന അയോണുകൾ ഏതെല്ലാം? HNO3 ആണല്ലോ നൈട്രിക് ആസിഡ്. HNO3 ജലത്തിൽ ലയിക്കുമ്പോൾ H+ അയോൺസ് പ്ലസ് പിന്നെന്താണ്? NO3- അയോൺസ്. NO3- എന്ന് പറഞ്ഞൊരു അയണും പിന്നെ H+ എന്ന് പറഞ്ഞ മറ്റൊരു അയണും ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. നോക്കിയോളൂ. നെയിം ഓഫ് ആസിഡ്, ആസിഡിൻ്റെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ കെമിക്കൽ ഫോർമുല ഉണ്ട്, പിന്നെ അയൺസ് ലിബറേറ്റഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന, സ്വതന്ത്രമാക്കപ്പെടുന്ന അയോൺസിൻ്റെ പേര് നമ്മൾ എഴുതണം. ആദ്യത്തത് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്, ബോക്സ് ഇല്ലാതെയാണ് എഴുതിയേക്കുന്നത്. ബോക്സിൽ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് വായിക്കാനും ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? HCl ആണല്ലോ, അറിയാതെ. ഇനി അവിടെ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസ് ഏതൊക്കെയാണ്? H+ അയോൺസും Cl- അയോൺസും. കണ്ടല്ലോ. അടുത്ത സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല H2SO4. എന്താണ്? H2SO4. അപ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന അയോൺസ് ഏതൊക്കെയാണ്? 2H+,
2H+ഉം പിന്നെ SO4 2- 2H+ഉം പിന്നെ SO4 2- ആണേ. അടുത്തത് കാർബോണിക് ആസിഡ്, അത് H2CO3, അതാണ് H2CO3. അപ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്നത് 2H+ഉം CO3 2- ഇവിടെ എത്ര H ഉണ്ട്? 2H അല്ലേ ഉള്ളത്. അപ്പോൾ 2H+ എന്ന് എഴുതുമ്പോൾ അവിടെ CO3 ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? 2- എന്ന് ഇടണം. ഒരു H ആയിരുന്നെങ്കിൽ നമുക്ക് വെറുതെ ഒരു മൈനസ് ഇട്ടാൽ മതിയായിരുന്നു. ഇവിടെ 2H+ ആയതുകൊണ്ടാണ് ആ 2- എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഫോസ്ഫോറിക് ആസിഡ്, അതിൻ്റെ ഫോർമുല H3PO4. അവിടെ H3PO4, H എത്ര ഉണ്ട്? 3 ആണ്. അപ്പോൾ 3H+ പിന്നെ PO4 3- ആണ്. PO4 3-. മനസ്സിലായോ പറഞ്ഞത്? അപ്പം എച്ചിൻ്റെ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നെഗറ്റീവ് അയോൺസിൻ്റെ എണ്ണവും കൂടും കണ്ടോ. H+ എപ്പോഴും പോസിറ്റീവ് അയോൺസ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് അയോൺസ് എത്ര ഉണ്ടോ അതനുസരിച്ച് നെഗറ്റീവ് അയോൺസിൻ്റെ എണ്ണവും കൂടും എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ H+Cl-, സൾഫൂറിക് ആസിഡ് ആകുമ്പോൾ H2SO4 ആണ്. അപ്പോൾ 2H+ പിന്നെ എന്താണ്? SO4 2- ആയിരിക്കും. അടുത്ത കാർബോണിക് ആസിഡ് ആകുമ്പം H2CO3 ആണ്. അപ്പോൾ 2H+ഉം CO3 2- ആവും. അടുത്ത ഫോസ്ഫോറിക് ആസിഡ് ആകുമ്പോൾ H3PO4. അപ്പോൾ അവിടെ എന്താണ്? H3PO4 ആണ്. അപ്പോൾ 3H+ഉം PO4 3-. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൻ്റെ തന്നെ മലയാളം മീഡിയം ആണ് കേട്ടോ. ചൂടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. അറിയാലോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകുമ്പോൾ HCl, H+Cl-, സൾഫൂറിക് ആസിഡ് H2SO4 2H+, SO4 2-. അടുത്ത കാർബോണിക് ആസിഡ് ആകുമ്പോൾ H2CO3, അപ്പോൾ 2H+, CO3 2-. അടുത്ത ഫോസ്ഫോറിക് ആസിഡ് ആകുമ്പോൾ H3PO4, അപ്പോൾ 3H+, PO4 3-. അടുത്ത ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് അയോൺസ് ഓഫ് വിച്ച് എലമെൻറ്റ്. അതായത് ആസിഡുകളുടെ ജനറൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം ഏത് മൂലകത്തിൻ്റെ അയോണുകളുടെ സാന്നിധ്യമാണ്. ഏത് അയോണിൻ്റെ സാന്നിധ്യമാണ് ആസിഡുകളുടെ പ്രോപ്പർട്ടിക്ക് അടിസ്ഥാനമാകുന്നത്? ഏത് അയോണിൻ്റെ സാന്നിധ്യമാണ്? ദ പ്രസൻസ് ഓഫ് അയൺസ് ഓഫ് ദി എലമെൻറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എലമെൻറ്റിൻ്റെ അയണിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് എന്ന് എഴുതിയാലും മതി. ഹൈഡ്രജൻ അയോണുകളുടെ സാന്നിധ്യമാണ് ആ ആസിഡിൻ്റെ പ്രോപ്പർട്ടിയെ നിശ്ചയിക്കുന്നത്, ആ പ്രോപ്പർട്ടിക്ക് അടിസ്ഥാനമാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ അയോൺസിൻ്റെ സാന്നിധ്യമാണ് ആ ആസിഡിൻ്റെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് അയോൺസ് ഓഫ് ദ എലമെൻറ്റ് ഹൈഡ്രജൻ എന്നെഴുതുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ എന്നങ്ങ് എഴുതിയാലും മതി കേട്ടോ. ഹൈഡ്രജൻ മൂലകത്തിൻ്റെ അയോണുകളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണുകളുടെ സാന്നിധ്യം. അടുത്തത് വാട്ട് ആർ ആസിഡ്സ്. ആസിഡിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ജലീയ ലായനി എന്ന് പറയും. ജലത്തിൽ ലയിപ്പിക്കാവുന്ന ലായനി, അതാണ് ജലീയ ലായനി. അപ്പോൾ അക്വസ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ, ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ആസിഡ്? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ്. ആസിഡ്സ് എന്ന് പറയുന്ന പദാർത്ഥങ്ങളാണ്. ദാറ്റ് ക്യാൻ, അതിന് കഴിയുന്നു, എന്ത് കഴിയുന്നു? ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ്. ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ, ഗാഢത ഇൻക്രീസ് ചെയ്യാൻ, വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. എവിടെ? ഇൻ അക്വസ് സൊല്യൂഷൻ, ജലീയ ലായനിയിൽ, അക്വസ് സൊല്യൂഷനിൽ. അപ്പോൾ എന്താണ് ആസിഡുകൾ? ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ, അല്ലെങ്കിൽ H+, അല്ലേ? ഹൈഡ്രജൻ അയോൺ എന്ന് പറയുമ്പോൾ H+ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഇനി H+ അയോൺസ് കമ്പൈൻസ് വിത്ത് H2O മോളിക്യൂൾസ് ടു ഫോം ഡാഷ് അയോൺസ്. ഈ H+ അയോൺസ് H2O മോളിക്യൂൾസ്, H2O അറിയാമല്ല, നമ്മുടെ വാട്ടർ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഏത് അയോണുകൾ ഉണ്ടാകുന്നു എന്ന്, അതിൻ്റെ പേരാണ് ഹൈഡ്രോണിയം അയോൺസ്. എന്താണ്? ഹൈഡ്രോണിയം. H2Oയിൽ കൂടെ ഒരു H+ കൂടെ വരുമ്പോൾ അത് H3O+ എന്നാവുന്നു. H3O+, അതാണ് ഹൈഡ്രോണിയം അയോൺസ് എന്നറിയപ്പെടുന്നത്. ഹൈഡ്രോണിയം അയോൺസ്, അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് H3O+. കേട്ടോ. അപ്പോൾ H+ അയോണുകൾ H2O തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ഡാഷ് അയോണുകൾ ഉണ്ടാകുന്നു. എന്താണ്? ഹൈഡ്രോണിയം അയോണുകൾ. ഹൈഡ്രോണിയം അയോണുകളുടെ കെമിക്കൽ ഫോർമുല എന്താണ്? H3O+. അടുത്ത, റൈറ്റ് ഡൗൺ ദ ഓർഗാനിക് ആസിഡ് പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ്. താഴെ പറയുന്ന സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആസിഡ് ഏതൊക്കെയാണെന്ന്. സബ്സ്റ്റൻസ് ഇതൊക്കെയാണ്: ലെമൺ ജ്യൂസ്, യോഗർട്ട് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, ടാമറിൻഡ്, വിനെഗർ. ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നാരങ്ങാനീര്, യോഗർട്ട് എന്ന് പറഞ്ഞാൽ, ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ മോര് അല്ലെങ്കിൽ തൈര്, ടാമറിൻ്റെ പുളി, വിനെഗർ എന്ന് വെച്ചാൽ വിനാഗിരി. അപ്പോൾ ഇതിൽ ഓരോന്നിലും അടങ്ങിയിട്ടുള്ള ആസിഡുകൾ. ഇത് സിമ്പിളാണ്. ഇതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്.
മറ്റേ ആപ്പിളിൽ, അതുപോലെ കുറേ ഐറ്റംസിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളുടെ, നെല്ലിക്ക, അങ്ങനെ കുറേ എണ്ണത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളുടെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഇപ്പോൾ 4 ഉള്ളൂ. ലെമൺ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളതാണ്. യോഗർട്ട് അല്ലെങ്കിൽ ബട്ടർ മിൽക്കിൽ അല്ലെങ്കിൽ കേർഡിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ടാമറിൻഡ്, പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ടാർട്ടാറിക് ആസിഡ്. വിനെഗറിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് അസറ്റിക് ആസിഡ്. ഉറുമ്പിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ആൻഡ് അല്ലെങ്കിൽ ഉറുമ്പിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് അറിയാലോ. അടുത്തത്, വിച്ച് ഇസ് ദ ഗ്യാസ് ലിബറേറ്റഡ് വെൻ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. നമ്മൾ സോഡ ഉണ്ടല്ലോ, സോഡ കുപ്പി, സോഡ ബോട്ടിൽ, സോഡ വാട്ടറുള്ള ബോട്ടിൽ, ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നത്? ഏത് ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുന്നത്. സോഡ വെള്ളം അറിയാമല്ലോ നിങ്ങൾക്ക്, സോഡ വാട്ടർ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കൂലേ? അതാണ് സോഡ. ആ സോഡ വാട്ടറിൻ്റെ ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് സോഡ വാട്ടർ യൂസിങ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് സോഡ വാട്ടറിൻ്റെ നേച്ചർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതായത് അത് അസിഡിക് നേച്ചർ ആണോ അതോ ബേസിക് നേച്ചർ ആണോ എന്നാണ് നമ്മൾ നോക്കാനുള്ളത്. സോഡ വാട്ടർ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ്. സോഡ വാട്ടർ എന്ത് ചെയ്യുന്നു? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആക്കുന്നു. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആക്കുവാണെങ്കിൽ സോഡ വാട്ടർ എന്താണ്? അസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ? ഈ സോഡ വാട്ടർ അസിഡിക് ഓർ ബേസിക്? അടുത്ത ക്വസ്റ്റൻ ആണ്. ഏതാണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? അസിഡിക് നേച്ചറാണ്. അപ്പോൾ സോഡ വാട്ടർ എന്ന് പറയുന്നത് അസിഡിക് നേച്ചറാണ്. ഓക്കെ ആണല്ലോ. അടുത്ത, വിച്ച് ഈസ് ദ ആസിഡ് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അപ്പം കാർബോണിക് ആസിഡ്. ഏതാണ്? കാർബോണിക് ആസിഡ്. മനസ്സിലായോ? അപ്പോൾ സോഡ വാട്ടറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോഡ വാട്ടർ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നു. അതുകൊണ്ട് സോഡ വാട്ടർ അസിഡിക് നേച്ചർ ആണെന്ന് പറയാം. പിന്നെ സോഡ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് കാർബോണിക് ആസിഡ്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി ആസിഡ് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിലുള്ള ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ. അതായത് കാർബോണിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2CO3. ഏതാണ്? H2CO3. അടുത്ത, ഹൗ ടു പ്രിപ്പയർ സോഡ വാട്ടർ. സോഡ വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയോളൂ. സോഡ വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അറ്റ് ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ, ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന് വാട്ടറിൽ ഡിസോൾവ് ചെയ്താണ് നമ്മുടെ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് താഴെ തന്നിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ചേർന്ന് എന്തുണ്ടാകുന്നു? H2CO3. കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. കാർബോണിക് ആസിഡാണ് സോഡ വാട്ടർ. സോഡ, അടുത്ത അതിൻ്റെയൊക്കെ മലയാളം മീഡിയമാണ് കൊടുത്തിട്ടുള്ളത്. സോഡ കുപ്പി തുറക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ വെള്ളത്തിൻ്റെ സ്വഭാവം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കൂ. എങ്ങനെയാണ്? സോഡ വെള്ളം നീല ലിറ്റ്മസ് പേപ്പറിനെ ചുമപ്പ് നിറമാക്കുന്നു. സോഡ വെള്ളത്തിന് അസിഡിക് സ്വഭാവമാണോ ബേസിക് സ്വഭാവമാണോ? ഏത് സ്വഭാവമാണ്? അസിഡിക് സ്വഭാവമാണ്. കാരണം എന്താണ്? അത് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നു. അതുകൊണ്ട് അതിന് അസിഡിക് സ്വഭാവമാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോഡ വെള്ളത്തിലെ ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ്. സോഡ വെള്ളത്തിലെ ആസിഡിൻ്റെ രാസസൂത്രം എഴുതുക. എന്താണ്? H2CO3. കാർബോണിക് ആസിഡിൻ്റെ രാസസൂത്രം എന്താണ്? H2CO3. സോഡ വെള്ളം എങ്ങനെ തയ്യാറാക്കാം? എങ്ങനെയാണ്? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് സോഡ വെള്ളം തയ്യാറാക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് താഴെ എഴുതിയിട്ടുള്ളത്. CO2 + H2O ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H2CO3 ലഭിക്കുന്നു. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ഹൗ നോൺ മെറ്റൽ ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ആൻ ആസിഡ്. എങ്ങനെയാണ് ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ് ഉണ്ടാകുന്നത് എന്നതിന് 2 എക്സാമ്പിൾ എഴുതാൻ. അതായത് ഇവിടെ നമുക്കൊരു ഒരു ജനറൽ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. ഏതൊരു നോൺ മെറ്റൽ ഓക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ആസിഡ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്ന ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ നോക്കിയോളൂ. ഇവിടെ എന്താണ്? ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ് ഉണ്ടാകുന്നതിന് 2 എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 1, 2 എന്നിങ്ങനെ 2 എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മളിവിടെ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് നേരത്തെ പറഞ്ഞില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്, അലോഹമാണ്. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ മെറ്റൽ അല്ലെങ്കിൽ അലോഹമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു നോൺ മെറ്റൽ ഓക്സൈഡാണ്.
ആണല്ലോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട്സ് വിത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ടു ഫോം, അവിടെ എന്ത് ഫോം ചെയ്യുന്നു? കാർബോണിക് ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സോഡ വാട്ടർ ഇല്ലേ, അത് തന്നെയാണ്. അപ്പോൾ കാർബോണിക് ആസിഡ് അവിടെ ഫോം ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഇക്വേഷനാണ് ഇത് അവിടെ എഴുതിയിട്ടുള്ളത്. CO2 പ്ലസ് H2O ഗീവ്സ് എന്താണ്? H2CO3. എന്താണ്? H2CO3 എന്ന് പറയുന്നതാണ് കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ സോഡ വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാരണം കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്, അതിൻ്റെ ഒരു ഓക്സൈഡാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതൊരു നോൺ മെറ്റൽ ഓക്സൈഡാണ്. അടുത്ത രണ്ടാമത്തത് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്, മനസ്സിലായോ? ഒരു അലോഹമാണ്. ആ അലോഹം ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, അതായത് നോൺ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന നോൺ മെറ്റൽ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ടു ഫോം സൾഫ്യൂറസ് ആസിഡ്. എന്താണ്? സൾഫ്യൂറിക് ആസിഡ് അല്ല ഇവിടെ ഉണ്ടാകുന്നത്, സൾഫ്യൂറസ് ആസിഡാണ്. സൾഫ്യൂറസ് ആസിഡ് അതായത് H2SO3 എന്ന് പറയും. സൾഫ്യൂറിക് ആസിഡ് H2SO4 ആണ്. സൾഫ്യൂറിക് ആസിഡ് ഇവിടെ സൾഫ്യൂറസ് ആസിഡാണ് ഉണ്ടാകുന്നത്, H2SO3. മനസ്സിലായോ? അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂറസ് ആസിഡ്, H2SO3 എന്ന് പറയും. എൻ്റെ ഇക്വേഷനാണ് SO2 പ്ലസ് H2O ഗീവ്സ് H2SO3. മനസ്സിലായോ? അപ്പോൾ അലോഹ ഓക്സൈഡും ജലവുമായി പ്രവർത്തിച്ച് ആസിഡ് ഉണ്ടാകുന്നതിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. അലോഹ ഓക്സൈഡായ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ജലവുമായി പ്രവർത്തിക്കുമ്പോൾ കാർബോണിക് ആസിഡ് H2SO3 ഉണ്ടാകും. ഇനി എൻ്റെ ഇക്വേഷനാണ് CO2 പ്ലസ് H2O ഗീവ്സ് H2CO3. അടുത്തത് അലോഹ ഓക്സൈഡായ സൾഫർ ഡൈ ഓക്സൈഡ് വാതകം അല്ലെങ്കിൽ SO2 എന്ന് പറഞ്ഞാൽ ആ വാതകം ജലത്തിൽ ലയിച്ച് എന്തുണ്ടാകുന്നു? സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാകുന്നു, അതാണ് H2SO3. SO2 പ്ലസ് H2O ഗീവ്സ് H2SO3. അലോഹങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഡാഷ് ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ഓക്സൈഡുകൾ. അലോഹങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. നോൺ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ദെയർ ഓക്സൈഡ്സ്. ഓക്കെ. അടുത്തത് ദ സബ്സ്റ്റൻസ് ഫോംഡ്, അതായത് ഇവിടെ എക്സാമ്പിൾ മനസ്സിലായി. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ കാർബൺ പ്ലസ് ഓക്സിജൻ. കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. അതെന്ന് പറയുന്നത് നോൺ മെറ്റൽ ഓക്സൈഡാണ്. കാർബൺ എന്ന് പറയുന്ന നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ നോൺ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകുന്നു. നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്. കേട്ടോ? അടുത്ത ദ സബ്സ്റ്റൻസ് ഫോംഡ് വെൻ നോൺ മെറ്റൽ ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ജനറലി ഷോ ഡാഷ് പ്രോപ്പർട്ടീസ്. അതായത് അലോഹ ഓക്സൈഡുകൾ, നോൺ മെറ്റൽ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ച് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് സാധാരണയായി എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? ജനറലി ഷോസ് ഡാഷ് പ്രോപ്പർട്ടി. ഏത് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്? അവിടെ ഉണ്ടാകുന്നത് ആസിഡാണ് അല്ലേ? അപ്പോൾ അവയ്ക്ക് എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? ആസിഡിക് പ്രോപ്പർട്ടി ആയിരിക്കും, ആസിഡിക് സ്വഭാവമായിരിക്കും. മനസ്സിലായോ? അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ സാധാരണയായി ഡാഷ് സ്വഭാവം കാണിക്കുന്നു. എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? ആസിഡിക് സ്വഭാവം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നോൺ മെറ്റലുകൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് നോൺ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതുപോലെ ഈ നോൺ മെറ്റൽ ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് അസിഡിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അതാണ് നമ്മളിവിടെ പഠിച്ച പോയിന്റ് എന്ന് പറയുന്നത്. കേട്ടോ? അതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറേ എക്സാമ്പിൾസ് വെച്ച് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ഓക്സൈഡ്സ് ഓഫ് ദ ഫോളോയിങ് നോൺ മെറ്റൽസ്: കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ. ഇവിടെ തന്നിട്ടുള്ള കാർബൺ ആയാലും നൈട്രജൻ ആയും ഫോസ്ഫറസ് ആയാലും സൾഫറിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി കേട്ടോ. സൾഫർ SULPHUR ആണേ. അപ്പോൾ സൾഫർ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നോൺ മെറ്റൽസ് ആണ്. ഈ നോൺ മെറ്റൽസ് എന്താണ്? ഓക്സൈഡ്സുമായിട്ട് പ്രവർത്തിച്ച് അവയുടെ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകുന്നു. നോക്കിയോളൂ. കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നു. കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഫോസ്ഫറസ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് ആണ്, P2O5 ആയതുകൊണ്ടാണ് പെൻറ്റോക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ സൾഫർ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സൾഫർ ട്രയോക്സൈഡ്, അതാണ് SO3. ൻ്റെ മലയാളം മീഡിയമാണ്. താഴെ തന്നിട്ടുള്ള അലോഹങ്ങളുടെ ഓക്സൈഡുകളുടെ പേരുകൾ എഴുതുക. ഏതൊക്കെയാണ് അലോഹങ്ങൾ? കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ. അവയുടെ ഓക്സൈഡുകൾ ഏതൊക്കെയാണ്? കാർബണിൻ്റെത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ്റേത് നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ്. അവിടെ O5 ആയതുകൊണ്ടാണ് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് എന്ന് കൊടുത്തിട്ടുള്ളത്. അടുത്ത സൾഫർ ആണെങ്കിൽ സൾഫർ ട്രയോക്സൈഡ്. അവിടെ O3 ആണ് അല്ലേ? O3 ആയതുകൊണ്ട് സൾഫർ ട്രയോക്സൈഡ്. അടുത്ത റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ആൻഡ് കെമിക്കൽ നെയിം ഓഫ് ദ ആസിഡ്സ് ഫോംഡ് വെൻ ഓക്സൈഡ്സ് ഗിവൺ ഇൻ ദ ടേബിൾ റിയാക്ട് വിത്ത് വാട്ടർ. അതായത് താഴെ ഇവിടെ കുറേ ഓക്സൈഡ്സ് തന്നിട്ടുണ്ട്. ഓരോ
നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ്സ് തന്നിട്ടുണ്ട്. ഈ നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയും ആ ആസിഡിൻ്റെ കെമിക്കൽ നെയിമും നമ്മൾ ഈ കോളത്തിൽ എഴുതണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയുള്ളൂ, ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നൈട്രജൻ ഡയോക്സൈഡ്. ആ ടേബിളിൻ്റെ താഴെയാണ് ഞാൻ ആൻസർ എഴുതിയിട്ടുള്ളത്. കണ്ടോ, നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ NO2. അപ്പം നൈട്രജൻ എന്ന് പറയുന്ന നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ഒരു ഓക്സൈഡാണ് നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഈ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ആസിഡ് ഏതാണ്? അതിൻ്റെ പേരാണ് HNO3. അത് കെമിക്കൽ ഫോർമുല. ഇനി അത് ആ ആസിഡിൻ്റെ പേര്, കെമിക്കൽ നെയിം എന്താണ്? നൈട്രിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അതുപോലെ അടുത്തത് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ്. ഈ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല ഏതാണ്? H3PO4. H3PO4 എന്ന് പറഞ്ഞ ആസിഡിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ഫോസ്ഫോറിക് ആസിഡ്. എന്താണ്? ഫോസ്ഫോറിക് ആസിഡ്. അടുത്തത് സൾഫർ ട്രയോക്സൈഡ് അല്ലെങ്കിൽ SO3. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2SO4 അല്ലെങ്കിൽ സൾഫ്യൂറിക് ആസിഡ്. H2SO4 അല്ലെങ്കിൽ സൾഫ്യൂറിക് ആസിഡ്. നേരത്തെ നമ്മൾ ഒരെണ്ണം പഠിച്ചു, സൾഫർ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആസിഡിൻ്റെ കെമിക്കൽ നെയിം എന്തായിരുന്നു? സൾഫ്യൂറസ് ആസിഡ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. SO2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, H2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആസിഡിൻ്റെ പേര് സൾഫ്യൂറസ് ആസിഡ്. അത് H2SO3 അല്ലേ, നമ്മൾ പഠിച്ചു. നേരത്തെ ക്വസ്റ്റ്യൻ, പട്ടികയിൽ നൽകിയിരിക്കുന്ന ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ആസിഡുകളുടെ രാസസൂത്രം, രാസനാമം എന്നിവ എഴുതുക. അതായത് ഇതിൻ്റെ മലയാളം മീഡിയം നോക്കിയുള്ളൂ. മൂലകത്തിൻ്റെ പ്രധാന ഓക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് എന്താണ്? ജലവുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ആസിഡിൻ്റെ രാസസൂത്രം എന്താണ്? HNO3 അല്ലെങ്കിൽ നൈട്രിക് ആസിഡ്. അതിൻ്റെ ആസിഡിൻ്റെ രാസനാമം നൈട്രിക് ആസിഡ്. അതുപോലെ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് എന്ന് പറയുമ്പോൾ P2O5. ഈ P2O5 ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ P2O5 + H2O ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? അവിടെ രൂപപ്പെടുന്ന ആസിഡിൻ്റെ രാസസൂത്രം H3PO4 അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്. ഇനി സൾഫർ ട്രൈ ഓക്സൈഡ് SO3 ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ SO3 + H2O ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആസിഡിൻ്റെ രാസസൂത്രം എന്താണ്? H2SO4 അല്ലെങ്കിൽ സൾഫ്യൂറിക് ആസിഡ്. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബേസുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിനു മുൻപേ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സൾഫർ ട്രയോക്സൈഡിന് പകരം സൾഫർ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാവുമെന്ന്. അത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, കിടക്കണം കണ്ടോ. അലോഹ ഓക്സൈഡായ സൾഫർ ഡയോക്സൈഡ് വാതകം ജലത്തിൽ ലയിച്ച് സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാകുന്നു. അതായത് SO2 + H2O H2SO3. കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പാർട്ട് വീഡിയോ ആയിട്ട് കാണാം.